السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. അൻ കഅബ് ഇബ്നു ഇയാദ് ഖാല സമഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമൂഹത്തിനും ഓരോ പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എൻ്റെ സമുദായത്തിൻ്റെ പരീക്ഷണം എന്നുള്ളത് ധനമാണ് എന്നാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമുക്ക് ജീവിക്കുവാനും സന്തോഷിക്കുവാനും ആവശ്യത്തിന് വേണ്ടത്ര സമ്പത്ത് നമുക്ക് അനിവാര്യമാണ്. എന്നാൽ അമിതമായി കൊണ്ടുള്ള സമ്പത്ത് എനിക്കുണ്ടാകണമെന്നും മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും വിശാലമായി ജീവിക്കണമെന്നും ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അത് ഇസ്ലാം പഠിപ്പിക്കാത്ത ചില മാർഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചതുപോലെ മനുഷ്യന്റെ ഈ ഒരു ആഗ്രഹങ്ങൾക്ക് ഉദാഹരണമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ട് താഴ്വര ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. പശ്ചാത്തപിക്കുന്നവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അഥവാ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടല്ലാതെ അവന്റെ ആഗ്രഹത്തിന് ഒരവസാനമുണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാല്യം മുതൽ മരണം വരെ ധനത്തോട് നമുക്ക് അടങ്ങാത്ത ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ എത്ര കിട്ടിയാലും മതിയായിട്ടില്ല, ഇനിയും ഇനിയും സമ്പാദിക്കണം, ഇനിയും ഒരുമിച്ച് കൂട്ടണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഈമാനിനെയും അത് സാരമായി കൊണ്ട് ബാധിക്കും എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായതാകുന്നു എന്നുള്ളതാണ്. അത്രത്തോളം വിശാലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇതിന്റെ ഗൗരവം നമ്മളെ അറിയിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.